എത്രയുണ്ട്? 30 രൂപ. ശരി. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി എടുത്തപ്പോഴേക്കും നിങ്ങൾക്ക് ദോഷകരമാണ്. ഞാനിപ്പോ കത്തിക്കണില്ല. തീർന്നില്ല പണി. ഓട്ടം പോവോ? ഓ കേറിക്കോ. അമ്മേ മാമേ. ഓ രാവിലെ എന്നെ മരണമല്ല കേൾക്കുന്നേ. സഹോ നാം നടന്നു പോയിക്കോളാം. എന്താ നീ രാവിലെ ആളെ കളിക്കാനോ? ആണല്ലോ. രാവിലെ കയറിക്കൊണ്ടും മനുഷ്യനും മെനക്കെടുത്താനൊക്കെ വന്നോളും നാശങ്ങള്. എന്താടി ചെയ്താ മുറി? ഹലോ ഇക്ക, ഗ്യാസ് തീർന്നിട്ട് എത്ര ദിവസമായി? ഇന്നെങ്കിലും കിട്ടുവോ? ആ പിന്നെ കറണ്ട് ബില്ലിന്റെ കാര്യം മറക്കണ്ട. ഇന്ന് അടച്ചില്ലെങ്കിലേ നാളെ ഇരുട്ടത്ത് കിടക്കേണ്ടി വരും. മുതലക്കുളത്തേക്ക് ഓട്ടം കിട്ടുമ്പോ അടച്ചോളാ. നീ ഒരു ഓട്ടോ പിടിച്ച് മുതലക്കുളം ബസ് സ്റ്റോപ്പിലേക്ക് വാ. ഞങ്ങൾ അവിടെ വന്നിട്ട് വിളിക്കാം. കോഡ് മറക്കണ്ട. ശരി. മാഡം അവിടെ അടയാളം എന്തെങ്കിലും? രാവിലെ തന്നെ ഇത് തലണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 2 പൊറോട്ട കൂടുതൽ കഴിക്കായിരുന്നു. ചേട്ടാ പോവോ? എന്തേ പോണ്ടേ? പോണം. മുതലക്കുളം. മുതലക്കുളത്തേക്കാ നിങ്ങളെ കാത്തിരിക്കുന്നു. കേറ്. ഓ ടൂസി AC ഒന്നുമില്ല. വണ്ടി ഓടുമ്പോ നല്ല കോഴിക്കോട് കാറ്റ് കിട്ടും. അതിനിടയിൽ കോർപ്പറേഷൻ വണ്ടി ഒന്നും പോയില്ലെങ്കിൽ നല്ല കോഴിക്കോട് ഹലുവയുടെ മണവും കിട്ടും. കേറിക്കോ കേറിക്കോ. കേറിയാ? ഇല്ലേട്ടാ ഒരു മിനിറ്റ്. പോകട്ടെ. മുതലക്കുളത്ത് എവിടെയാണ് പോകേണ്ടത്? ഞാനതിന് കറണ്ട് ഓഫീസ് വരെ ഉണ്ട്. അത് ഈ കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, പിന്നെ ടാക്സ് ഒക്കെ കിടക്കണ ആ ഓഫീസ് ഇതിലേതാ? അതൊന്നും അല്ല ഏട്ടാ, എനിക്ക് അവിടെ ഒരാളെ കാണാനാണ്. ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് നിർത്തിയാൽ മതി. അപ്പൊ കോപ്പറേറ്റീവ് കോളേജിന് മുമ്പിൽ ഇറക്കാം. അതാവുമ്പോ കുറച്ച് മൊഞ്ചത്തികളൊക്കെ കാണാനല്ല. നീ ഇവിടെ ആദ്യമായിട്ടാണ്? അതേട്ടാ. അതാണ്. കള്ളനെന്ന് വിളിച്ചില്ലേ, താൻ കള്ളനെന്ന് വിളിച്ചില്ലേ. എവിടെ ചെന്നാലും കട്ടുകൊണ്ട് പോയതിന്റെ കള്ളന്മാരുടെ കാര്യം മാത്രം പറയാൻ മതി. മോനെ ഇവിടെ നമുക്കറിയാ, ഇതാണ് മുതലക്കുളത്തിന്റെ ഒരു ഇത്. മതി. എത്രയാ? 40 രൂപ. അയ്യോ മോനെ ചേഞ്ചിലില്ല, കൈയിട്ടപ്പോ കിട്ടിയുള്ളൂ. വേറെ ചേഞ്ചില്ലല്ലോ. എന്നാ ചേട്ടനത് വെച്ചോ, പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ തന്നാ മതി. ഓ ശരി. നമോ ഭാഗം. പോട്ടെ. ഓട്ടോടൊക്കെ പോക്ക് കണ്ട ബംഗാളി പാട്ടോടെ ടൈമിങ്ങളല്ലേ. അയ്യോ എന്ത് ശബ്ദം കേട്ടു? പുതുപ്പേട്ട ഒന്നോ ഞാനോട് കയറട്ടെ. വണ്ടി നീ ഓടിക്കോ. ഈ പാട്ട് വണ്ടിയാ ഞാൻ ഓടിക്കാനാ? എന്റെ പട്ടി ഓടിക്കും. ഞാനേ തൂങ്ങിക്കിടന്ന് വന്നോളാം. പട്ടി ഒന്ന് വണ്ടിക്കാട്ട് തൂങ്ങാസല്ല ഡിക്കോർക്കോ. മടക്കി ഓടണേം പോയി. എന്തൊരു പതാലേ. ചേട്ടാ ഇതിലേതെങ്കിലും നോക്കിയോ? തീർച്ചയായിട്ടും. മധുമൊഴികാതെ ഒരു പണിക്കും പോകാത്ത മലയാളിക്ക് വേണ്ടി പണി. ഇപ്പോഴും ബസ്സുള്ളതാ വരും.
ചേട്ടാ ആ ഡോർ തുറന്നു. ടൈമിങ്ങളല്ലേ മര്യാദക്ക് വിളി. ഇവിടാണോ? നീ ഇപ്പൊ വാക്കപ്പണിക്കും സെപ്റ്റി ടാങ്കിന്റെ പണിക്കൊന്നും പോണില്ലേ? 2 ദിവസം ആയിട്ടില്ല. ഈ ബേലെ കണ്ടില്ല, എങ്ങനെ പോവാണ്? വെയിലും മഴയൊന്നും നോക്കണ്ടാ, നീ പണിക്ക് വെക്കോ, അല്ലെങ്കിൽ ഞങ്ങള് പട്ടിണിയോ. മലയാളിയുടെ ഒരു ഗതികേട് ബംഗാളിയുടെ പണിക്ക് വിട്ടിട്ട് മലയാളിക്ക് ഈ കഴിയും. പൊടാ പട്ടി. അതൊക്കെ വെറുപ്പാണ്. ടൈമിങ് ജബ്ബാറെ, അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊറേ നേരായി. ഇതുവരെയായിട്ട് ഫോൺ എടുക്കുന്നല്ലോടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മുതലക്കുളം മൊത്തം ഒന്ന് അടിച്ചു പറിക്കാലോ. ഈ വണ്ടിയായിട്ടാ? എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താ കുഴപ്പമില്ലാത്തത്? ഇടക്കൊന്നും തള്ളണം. ഞങ്ങളുടെ ഈ തള്ളല്ല കുഴപ്പം, തന്റെ ഭാഗത്തുള്ള നിർത്ത്. എന്താ തള്ളാണിപ്പോ കുഴപ്പം? മുതലക്കുളം പോയാലും ആളിനെ നമുക്കറിയില്ലല്ലോ. അവൻ ഫോൺ എടുക്കാൻ നമ്മൾ അവിടെ ചെന്ന് കറങ്ങിയ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഇടയിലാണ് ഈ പോലീസും ഉണ്ട്. എന്നാ നമ്മളിൽ ആരെങ്കിലും ഒരാൾ പോയാലോ? അതിന് നിനക്ക് അവൻ അറിയോ? ഇല്ല, അക്കറിയാലോ. എനിക്കൊന്നും അറിയില്ല. ഒരൊറ്റൊരുത്തരാണ് ഇവരെ ചീത്തയാക്കണം. നിഷ്കളങ്ക ലുക്കുള്ളത് കൊണ്ട് പിന്നെ പോലീസ് സംശയിക്ക്. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എവിടെ നിന്നാണ് നല്ല സാമ്പാറിന്റെ മണം അല്ലേടാ? കിട്ടിയ ഇല്ല. എങ്ങോട്ടാ? ആരെ കാണാനേ? നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവനെ കാണാൻ വേണ്ടി വന്നാ. റൂം നമ്പർ 202 ഓ, രാവിലെ പോയല്ലോ. പോയോ? എപ്പോ? ഒരു 3/4 മണിക്കൂർ വന്നിട്ടുണ്ടാവും. എങ്ങടെ പോയെന്നറിയോ? അതെനിക്കറിയില്ല. ഏയ്, എന്തേ? എടാ, ആളിവിടെ ഇല്ലല്ലോ. എങ്ങോട്ടാ പോയെന്നറിയാവോ? എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലും അടയാളം ഉണ്ടോ അതിന്റെ? അത് 25 വയസ്സ് പ്രായം തോന്നും. തന്റെ ഒക്കെ പൊക്കം ഉണ്ടാവും. വെളുത്തിട്ടാ, ചെറുതായിട്ട് താടിയൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ ചാരക്കളർ ഷർട്ടും ചുമല വേഗമായിരുന്നു. ആ സാബുവിന്റെ കൂടെ കൊറിയർ ഓഫീസിൽ ഉണ്ടായിരുന്ന ജോലി കളയുണ്ടായിരുന്നു മോനെ. ഞാൻ എങ്ങനെ ഈ കുടുംബം നോക്കണെന്ന് മോനറിയാലോ. അമ്മ, ഞാനൊരു എഞ്ചിനീയർ ആണ്. ദിവസം മുഴുവനും ഫ്ലാറ്റുകൾ കയറി ഇറങ്ങി, കാല് മുഴുവനും നീരാ, നടക്കാൻ പോലും വയ്യാണ്ടായി. ഒരു പെണ്ണാണെങ്കിൽ കെട്ടിച്ചു വിടാനുള്ള പ്രായമായി. അമ്മ, ഭക്ഷണം കഴിക്കുന്ന നേരത്തിൽ ഉമ്മാക്കൊന്നും മിണ്ടാതിരുന്നു. വീട്ടിൽ നാട്ടിൽ ഇപ്പൊ മനസമാധാനം ഇല്ലാണ്ടായി. ഈ കൂലിപ്പണി ചെയ്യാൻ വേണ്ടിയല്ലേ ഞാനിത്ര കഷ്ടപ്പെട്ട് പഠിച്ചത്. കൊറിയർ ഓഫീസിൽ ജോലി ഞാൻ എന്ന് കെട്ടിക്കാനാണ് ഇവിടെ. ഒരു നല്ല ജോലി കിട്ടട്ടെ, അപ്പാലോചിക്ക കല്യാണം. അല്ല ഭക്ഷണം കഴിക്കണം.